പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനവും കറാച്ചിക്ക് പിന്നിലായി പാകിസ്ഥാനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരവുമാണ് ലാഹോർ. ശക്തമായ മുഗൾ പൈതൃകമുള്ള ഈ നഗരത്തെ മുഗളന്മാരുടെ പൂന്തോട്ടമെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പാകിസ്ഥാന്റെ സാംസ്കാരിക ഹൃദയമായും ഈ നഗരത്തെ കണക്കാക്കുന്നു. പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിക്കടുത്തായി രവി നദിയുടെ തീരത്താണ് ലാഹോർ സ്ഥിതി ചെയ്യുന്നത്. ലാഹോർ നഗരം 1-2 നൂറ്റാണ്ടിലാണ് സ്ഥാപിക്കപ്പെട്ടത്. 7-ാം നൂറ്റാണ്ടോടെ സമ്പൽ സമൃദ്ധവും പ്രധാനപ്പെട്ടതുമായ ഒരു നഗരമായി വികസിച്ചു. മുസ്ലിം ആധിപത്യത്തോടെയാണ് നഗരം സുപ്രസിദ്ധമായി മാറിയത്. ഡൽഹിക്കും ആഗ്രയ്ക്കുമൊപ്പം മുഗൾ കിരീടത്തിലെ 3 നഗരരത്നങ്ങളിലൊന്നായിരുന്നു ലാഹോർ. ഈ നഗരത്തെക്കുറിച്ചുള്ള ആദ്യ പരാമർശം കാണുന്നത് ടോളമിയുടെ രചനയിലാണ്. ചെനാബ്, രവി നദികൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ലബോക്ലയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതൊരുപക്ഷെ ലാഹോർ ആയിരിക്കാമെന്ന് ചരിത്രകാരന്മാരിൽ ചിലർ അനുമാനിക്കുന്നു. ഹുയാങ്സാങ്ങിൻ്റെ വിവരണങ്ങളിൽ നിന്ന് ഈ പ്രദേശത്തെ സമ്പന്നമായ ഒരു നഗരത്തെപ്പറ്റി പേര് പറയാതെ പരാമർശിക്കുന്നത് കാണാം. അതൊരുപക്ഷെ അന്നത്തെ ലാഹോർ ആയിരിക്കാമെന്നാണ് ചരിത്രകാരന്മാർ കരുതുന്നത്. ലാഹോർ എന്ന പേര് ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന രചന CE 982 എഴുതിയ ഹുദൂദ് അൽ ആലം എന്ന ചരിത്ര രചനയിലാണ്. അതിൽ ലാഹോർ നഗരത്തിലെ വിപണികളെപ്പറ്റിയും തോട്ടങ്ങളെപ്പറ്റിയും അവിടെ സ്ഥിതി ചെയ്യുന്ന അത്ഭുതകരമായ ക്ഷേത്ര നിർമ്മിതികളെപ്പറ്റിയും വിവരിക്കുന്നുണ്ട്. ലാഹോറിൻ്റെ പേരിൻ്റെ ഉത്ഭവം വ്യക്തമല്ല. ആദ്യകാല മുസ്ലിം ചരിത്രകാരന്മാർ നഗരത്തിൻ്റെ പേര് ലുഹാവർ, ലുഹാർ, റഹ്വാർ എന്നിങ്ങനെ പല വിധത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇറാനിയൻ ബഹുഭാഷാ പണ്ഡിതനും ഭൂമിശാസ്ത്രജ്ഞനുമായ അബു റൈഹാൻ അൽ ബിറൂണി തൻ്റെ 11-ാം നൂറ്റാണ്ടിലെ കൃതിയായ ഖാനൂനിൽ നഗരത്തെ ലുഹാവർ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതേസമയം ഡൽഹി സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കവി അമീർ ഖുസ്രോ നഗരത്തിൻ്റെ പേര് ലഹാനൂർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യാക്കൂത്ത് അൽ ഹമാവി നഗരത്തിൻ്റെ പേര് ലഹാവർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പേർഷ്യൻ ചരിത്രകാരനായ ഫിരിഷ്ത തൻ്റെ കൃതിയിൽ നഗരത്തെ അലഹ്വാർ എന്നാണ് പരാമർശിക്കുന്നത്. അൽ അഹ്വാർ മറ്റൊരു വകഭേദമാണ്. ലാഹോറിൻ്റെ പേര് റവാവർ എന്ന വാക്കിൻ്റെ വികലമാണെന്നൊരു സിദ്ധാന്തം പറയുന്നു. കാരണം സംസ്കൃതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഭാഷകളിൽ 6 മുതൽ L വരെയുള്ള മാറ്റങ്ങൾ സാധാരണമാണ്. വേദങ്ങളിൽ ഇരാവതി നദി എന്നറിയപ്പെടുന്ന രവി നദിയിൽ നിന്നാണ് ഐരാവത്യവാർ എന്ന പേരിൻ്റെ ലളിതമായ ഉച്ചാരണമാണ് രവാവർ. മറ്റൊരു സിദ്ധാന്തം സൂചിപ്പിക്കുന്നത് നഗരത്തിൻ്റെ പേര് ലോഹർ എന്ന വാക്കിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് എന്നാണ്. ഒരു ഐതിഹ്യമനുസരിച്ച് ലാഹോറിൻ്റെ പേര് ലവ്പൂർ അല്ലെങ്കിൽ ലവപുരി എന്നതിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് എന്നാണ്. സീതയുടെയും രാമൻ്റെയും മകനായ രാജകുമാരൻ ലവനാണ് ഇത് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. സമീപത്തുള്ള കുസൂർ നഗരത്തിൻ്റെ സ്ഥാപകൻ ലവൻ്റെ ഇരട്ട സഹോദരൻ കുശനാണ് സ്ഥാപിച്ചതെന്നും ഇതേ വിവരണം പറയുന്നു. ലാഹോർ സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാൻ്റെ ഔദ്യോഗിക ചരിത്രത്തിലും രചനകളിലും അവിടുത്തെ സ്കൂൾ പുസ്തകങ്ങളിലും പഠിപ്പിക്കുന്നത് ഇതാണ് എന്നതാണ് രസകരം. ലാഹോർ എന്നത് ഹിന്ദു ദൈവമായ ശ്രീരാമൻ്റെ പുത്രന്മാരിൽ ഒരാളായ ലവയുടെ പേരിൽ നിന്നാണ് ലാഹോർ എന്ന നാമത്തിൻ്റെ ഉത്ഭവം എന്നാണ് പാകിസ്ഥാൻ്റെയും ഔദ്യോഗിക ഭാഷ്യം. ലവ പാകിസ്ഥാനിൽ ലോഹ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ലവയാണ് ആദ്യമായി ലാഹോർ നഗരം സ്ഥാപിച്ചതെന്ന് ഔദ്യോഗിക വിവരണം. ഇന്നത്തെ ലാഹോർ കോട്ടയുടെ സ്ഥാനത്തായിരുന്ന ലവ ലാഹോറിൻ്റെ ആദ്യ നഗരം സ്ഥാപിച്ചെന്നും ലോഹിൻ്റെ കോട്ട എന്നർത്ഥം വരുന്ന ലോഹ്പൂർ ലോപിച്ചാണ് ലാഹോർ ഉണ്ടായതെന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ കോട്ടയും പ്രധാനപ്പെട്ടതും മുഗൾ നിർമ്മിതിയുമായ ലാഹോർ കോട്ടയുടെ വിവരണ ബോഡിയിലും നമുക്ക് വായിക്കാനാകും. ഇതിനെ സാധൂകരിക്കുന്ന തരത്തിൽ കോട്ടയ്ക്കകത്ത് ലവയുടെ മന്ദിറും സമാധിയും ഇന്നും നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ലാഹോർ മുനിസിപ്പൽ രേഖകളിൽ ഈ പട്ടണം ശ്രീരാമൻ്റെ മകൻ ലോഹ് അഥവാ ലവയുടെ പേരിൽ നിന്നും കുസൂർ നഗരത്തിന് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുത്രനായ കുശയുടെ പേരിൽ നിന്നും ഉണ്ടായതെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ സർക്കാരും ഇത് തന്നെയാണ് അംഗീകരിക്കുന്നത്. ഭാരതീയ ഇതിഹാസമായ രാമായണത്തിലെ രാമൻ്റെയും സീതയുടെയും ഇരട്ടക്കുട്ടികളാണ് ലവനും കുശനും. ഇവർ ലവകുശന്മാർ എന്ന് പൊതുവെ അറിയപ്പെടുന്നു. അയോധ്യയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സീത വനവാസ കാലത്താണ് ഈ പുത്രന്മാർക്ക് ജന്മം നൽകുന്നത്. വാത്മീകി മഹർഷിയുടെ കീഴിൽ ഇവർ വിദ്യാഭ്യാസവും ആയോധന കലകളും അഭ്യസിച്ചു. അനന്തരാമായണത്തിൽ ഉൾപ്പെടെ ലവ തൻ്റെ പത്നി സുമതിയോടൊപ്പം ലവാപുരി നഗരം സ്ഥാപിച്ച് നഗരവും ശ്രാവസ്തി രാജ്യവും ഭരിച്ചതായി കാണാം. മാത്രമല്ല
ലവയുടെ ഇരട്ട സഹോദരനും ശ്രീരാമൻ്റെ മറ്റൊരു മകനുമായ കുശ സ്ഥാപിച്ചതാണ് ലാഹോറിൻ്റെ സമീപ നഗരമായ കുസൂർ എന്ന ഐതിഹ്യവും നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഐതിഹ്യങ്ങളാണെങ്കിലും ഇന്ന് കാണുന്ന ലവയുടെ കുഞ്ഞൻ മന്ദിർ പുനർനിർമ്മിച്ചത് സിഖുകാരാണ്. എന്നാൽ മുഹമ്മദ് ഗസ്നിയുടെ ഇന്ത്യ ആക്രമണ കാലത്തും അവിടെ ഒരു മൺകോട്ടയും ക്ഷേത്രവും സ്ഥിതി ചെയ്തിരുന്നതായി പരാമർശങ്ങളുണ്ട്. മുഗൾ ഭരണകാലത്ത് ബ്രാഹ്മണർ ഉൾപ്പെടെ അവിടെ ആരാധനയ്ക്ക് വന്നിരുന്നതായും കോട്ടയുടെ ആ ഭാഗം ഹിന്ദു വിശ്വാസികൾക്ക് വന്നു പോകാവുന്ന തരത്തിൽ ഒഴിച്ചിട്ടിരുന്നുവെന്നും സിഖ് ഭരണകാലത്ത് പൊതുജനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി മന്ദിറും സമാധിയും കോട്ടയ്ക്കകത്താക്കി അടച്ചുകെട്ടിയത് സിഖ് രാജാവ് മഹാരാജ രഞ്ജിത് സിംഗ് ആണെന്നും ചരിത്രത്തിൽ കാണാം. BCCI വൈസ് പ്രസിഡന്റും കോൺഗ്രസ് നേതാവും ഇന്ത്യൻ പാർലമെന്റ് അംഗവുമായ രാജീവ് ശുക്ല ലാഹോർ കോട്ടയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ലവയുടെ പുരാതന സമാധിയിലേക്ക് സന്ദർശനം നടത്തിയതോടെയാണ് ഇത് വാർത്തകളിൽ ഇടം നേടിയത്. തകർന്ന അവസ്ഥയിലായിരുന്ന സമാധിയുടെ പുനരുദ്ധാരണത്തിന് മേൽനോട്ടം വഹിക്കുന്ന പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വിയും ഒന്നിച്ചായിരുന്നു ശുക്ല സമാധി സന്ദർശിച്ചത്.